കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴ സ്വദേശിനി രേണുകയാണ് മരിച്ചത്. ഭർത്താവ് സനുകുട്ടൻ ഒളിവിലാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഈ സംഭവം എപ്പോഴായിരുന്നു? എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം? സംഗീത, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വീട്ടിലേക്ക് എത്തിയ സനുക്കുട്ടൻ ഭാര്യയുമായി വഴക്കിടുന്നു. ഇതിനുശേഷം ഭാര്യ രേണുകയെ സമീപത്തുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ഒന്നിലധികം പ്രാവശ്യം കുത്തി പരിക്കേൽപ്പിച്ചു. മാരകമായ കുത്തലുകളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കഴുത്തിലാണ് കുത്തേറ്റിട്ടുള്ളത്. ചോര വാർന്ന് നിലത്ത് കിടന്ന രേണുകയെ സമീപത്തുണ്ടായിരുന്ന ബന്ധുക്കളാണ് കടയ്ക്കൽ കുളത്തൂപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്നും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്കും കൊണ്ടുപോയത്. പക്ഷേ രക്തം കൂടുതലായി പോയി. ആ കുത്തിന്റെ അളവ് വലിയ ആഴത്തിലുള്ള കുത്തായതുകൊണ്ട് തന്നെ രേണുക കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകം നടത്തിയ ശേഷം സനുക്കുട്ടൻ കുളത്തൂപ്പുഴ വനമേഖലയിലോട്ട് കടന്നതായിട്ടാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. എന്തായാലും രേണുകയുമായി ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. സംശയരോഗമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സനുക്കുട്ടനെ അന്വേഷിച്ച് പോലീസ് ഇപ്പോൾ വനമേഖലയിൽ വനപാലകരുടെ സഹായത്തോടു കൂടി ഒരു അന്വേഷണം തെരച്ചിൽ നടത്തുകയാണ്. രേണുകയുടെ മൃതദേഹം ഇപ്പോൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉച്ചയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുള്ളാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.